പ്രിയാൻ പ്രിയരൂപാംശ്ച കാമാൻ അവിദ്യായൻ നചികേതോ അത്യസ്രാക്ഷീഹി നൈതാം ശൃംഗാം വിത്തമയീമവാപ്തോ യസ്യാം മജ്ജന്തി ബഹവോ മനുഷ്യാഃ. ഏ നചികേതഃ, അല്ലയോ നചികേതസ്സേ, സഹാത്വം, അങ്ങനെയുള്ള നീ പ്രിയാൻ പ്രിയങ്ങളും പ്രിയരൂപാഞ്ച പ്രിയരൂപങ്ങളുമായ കാമാൻ കാമങ്ങളെ അവിദ്യായൻ വിവേചനം ചെയ്ത് അത്യസ്രാക്ഷീഹി ഉപേക്ഷിച്ച് യസ്യാം യാതൊന്നിൽ ബഹവഃ മനുഷ്യാഃ വളരെ മനുഷ്യർ മജ്ജന്തി മഗ്നരാകുന്നു ഏതാ ഈ വിത്തമയി ധനരൂപമായ ശൃംഗാം ശൃംഗയെ മാലയെ ന അവാപ്തഃ സ്വീകരിച്ചില്ല. വിത്തമയ്യായ മാലയാണ് ഈ ജഗത്ത്. ജഗത്ത് തന്നെ വിത്തമാണ്. ഇത് കഠോപനിഷത്ത് പറയുമ്പോൾ ഈശാവാസി ഉപനിഷത്തിന്റെ ഒരു അല അവിടെ ഉണ്ട്. ഈ ജഗത്ത് നോക്കിക്കാണുന്നവൻ ധനരൂപമായി കാണുന്നു. അതുകൊണ്ട് ധനത്തിന് വേറെ സമ്പാദിക്കുമെന്നല്ല. പട്ടയം പിടിക്കാത്തതെന്ന് ധനം ഉണ്ടാക്കാൻ അറിയാവുന്നവൻ പട്ടയം പിടിക്കാൻ പോകില്ല. കണ്ണിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ ധനം ഇല്ലാതെ. ഈ പ്രപഞ്ചത്തിലെ എന്തും ധനമാണ്. ഏതും ധനമാക്കാൻ അറിയുന്ന ആളുകളും അവരുടെ കയ്യിൽ എന്ത് ചെന്നാലും അത് ആദ്യ ക്ലാസ്സിലേ വരണ്ടു. മാർക്കറ്റിംഗ് അറിയാവുന്നവൻ എല്ലാ ക്ലാസ്സും ഒന്നും ചെയ്തില്ല. കാരണം കേട്ട് കഴിയുമ്പോഴാണ് തീരുമാനിക്കും ഇത് മാർക്കറ്റ് ചത്തി. ചിലതിന്റെ മാർക്കറ്റ് അറിഞ്ഞാലും ആ പണിക്ക് പോകില്ല. കാരണം അത് ദുഃഖമാണെന്ന് അറിയാവുന്നത്. കാരണം അവനവന് ജീവിക്കാവുന്നതിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ ചുറ്റും കൂടുന്നവനെല്ലാം കൂടി ഇവനെയും കൊടുത്തില്ല. ഇതാണ് ഈ ഗൃഹസ്ഥനും മഠാധിപതിയൊക്കെ അനുഭവിക്കുന്ന ദുഃഖം. അത്യാവശ്യം വേണ്ടതിൽ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ പരിപാടി വീട് വെക്കുന്ന പരിപാടി ഇട്ട് വാർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയറി താമസത്തിന് മുഹൂർത്തം നോക്കാൻ പോകണം. പല്ലിക്കും പഴുതാരയ്ക്കും അത് വേണ്ട. തുടച്ചു കളയണം. അടുത്ത ജനറേഷൻ അടിക്കണം. അടുത്ത ജനറേഷൻ അടിക്കുമ്പോഴാണ് അടിച്ചു തീരുന്നതിന് മുമ്പ് മറ്റവൻ വരുമ്പോൾ ഇവർ വീണ്ടും പറയാണ് അവൻ അടുത്ത ജനറേഷൻ. ഞങ്ങളുടെ പരീക്ഷണശാലയിൽ പരീക്ഷണം നടത്തുമ്പോഴേക്കും ഇതിനെ അതിജീവിക്കുന്ന ജനറേഷനെ അവൻ പറഞ്ഞു ഞങ്ങൾ കാണാത്ത കാര്യമൊന്നുമല്ല. അതിശയോക്തിയോ കെട്ടുകഥയോ ഒന്നുമല്ല. കാരണം അത് നെല്ലുകൊണ്ടൊന്ന് വീട്ടിലുണ്ടുമ്പോ നമുക്ക് വൈദ്യവേദന വരികയും ക്യാൻസർ വരികയും ചെയ്യുമെന്നല്ലാതെ മറ്റവന് ക്യാൻസറും ഇല്ല. കാരണം അവൻ പരീക്ഷണത്തിൽ ഇതുവരെ ക്യാൻസർ കണ്ടുപിടിച്ചിട്ടില്ല. അവന്റെ ബോധത്തിൽ ഇതുവരെ ക്യാൻസർ എത്തിയിട്ടില്ല. അതുകൊണ്ട് അവന് ക്യാൻസർ ഇല്ല. ഈ നാടൻ കൽസുണ്ടല്ലോ, കൽസ്, നാടൻ പട്ടി, അങ്ങനല്ലേ ഞങ്ങൾ പറയാം. മനുഷ്യൻ എടുത്തു വളർത്താത്ത പട്ടിയുണ്ടല്ലോ, അതുപോലുള്ള പൂച്ച. മനുഷ്യൻ വളർത്താത്ത പൂച്ചയും പട്ടിയും പല്ലിയും പ്രാണിയും പഴുതാരയും ഒക്കെ അവൻ ഇതുവരെ ക്യാൻസറിനെ പറ്റി റിസർച്ച് ചെയ്യാത്തതുകൊണ്ട് അവന് ക്യാൻസർ ഇല്ല. നമ്മൾ റിസർച്ച് ചെയ്യും തോറും നമുക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുക. ഒരു ക്യാൻസർ രോഗിയെ കണ്ടിട്ട് വീട്ടിലെത്തിയിട്ട് വൈദ്യുവേന വന്നാൽ വയറെ ഞെക്കി പിടിക്കുന്നവൻ ആദ്യം ചിന്തയിൽ ബോധത്തിലേക്ക് അവന്റെ ഹൈപ്പോതലാമസിലേക്ക് പോകുന്നത് വല്ല ക്യാൻസർ ആണോ. 1.5 ആഴ്ച കഴിഞ്ഞ് പരീക്ഷിച്ചാൽ ക്യാൻസർ ശരിയല്ല, ശരിയല്ല. അങ്ങനെ പഠിച്ചുകൂടാ, അങ്ങനെ പഠിച്ചുകൂടാ. എന്റെ അച്ഛൻ മരിച്ചത് ക്യാൻസർ കൊണ്ടാണ്.
എൻ്റെ അപ്പൂപ്പൻ മരിച്ചതും ക്യാൻസർ കൊണ്ടാണ്. ഈ വയറ്റുവേദന ക്യാൻസർ ആണോ ഡോക്ടർ? ഡോക്ടർ ഉടനെ പറയുന്നത്. അപ്പൊ ഇതുമാണ് വരുന്നത്. ആദ്യം എഴുതും, എവിടെ ആരോഗ്യമാസികയ്ക്ക് കത്തെഴുതും, ഇങ്ങനെ വയറ്റുവേദനയുണ്ട്, നിങ്ങൾ സമർത്ഥനായ ഒരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിച്ചിട്ട് മരുന്നുകൾ കഴിക്കുക, സാധ്യത ക്യാൻസർ ആകാനാണ് ഡോക്ടറുടെ അരുളപ്പാട്. ഇത് നമ്മുടെ ബോധത്തിലുണ്ട്. നമ്മുടെ ബോധത്തിലുള്ളത് മാത്രമേ ഉണ്ടാവൂ. നമ്മുടെ ബോധത്തിലില്ലാത്ത ഒന്നും സംഭവിക്കില്ല. ബോധത്തിലുണ്ടാക്കി അവനെ വരുത്തിക്കഴിഞ്ഞ് ദുഃഖിക്കുന്നവനാണ് മനുഷ്യൻ. ബോധത്തിൽ വരുന്നതിന് മുമ്പ് തടയുന്നവനാണ് തീരെ. തന്റെ ബോധത്തിൽ തന്നെ ഇതിനെ അങ്കുരിപ്പിക്കുക, ബോധത്തിലൂടെ ഇതിനെ നിലനിർത്തുക, ബോധത്തിലൂടെ നിലനിർത്തി ദുഃഖിക്കുക, ഇത് മനുഷ്യന്റെ സ്വഭാവം. ബോധം പ്രക്രിയയിലാണ്. അവയ്ക്കൊന്നും ആജീവിക്കൊന്നുമില്ല. അതുകൊണ്ട് അവ സമയം നോക്കാൻ പോവില്ല. നമ്മൾ വീട് പണിത് കഴിഞ്ഞിട്ട് ജ്യോതിഷിയെ കാണാൻ പല്ലി പോകാറില്ല. നമ്മുടെ വീട് രാഘവൻ നായർ ഗംഭീരമായിട്ട് പണിതിരിക്കുന്ന വീട്ടിനകത്തോട്ട് നമ്മൾ വലത്തുകാല് വെച്ച് കയറാൻ പോവാണ്. അതിനകത്ത് അയാളുടെ ഹീൽഡ് വയറിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ കയറി മുട്ടയിടാൻ പോവാണ്. കാരണം വെച്ചാല് ഈ വയറിങ് ചെയ്തവനൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. ഈ പെട്ടി വെച്ചപ്പോ അവിടുത്തെ ദ്വാരം പല്ലിക്ക് കയറാവുന്ന വലുപ്പത്തിലാണ്. അവൻ തീരുമാനിച്ച് ഇതിനകത്ത് സുഖമായി മുട്ടയിട്ട് കളയാം. ഇതൊരു സുന്ദരമായിട്ട് മുട്ടയിട്ടു. എന്ത് പരിപാടിയാണോ? കയറി താമസം മാത്രമല്ല, പ്രസവവും നടത്തിക്കുന്നത്. നമ്മളിപ്പോഴും ആലോചിക്കുന്നേ ഉള്ളൂ കയറുന്നത് എപ്പോഴാണ്. അവന് ചൊവ്വായും ദോഷമില്ല, ശനിയുടെ അപകാരവും ഇല്ല. അപ്പോഴാണ് ചില നേരത്തെങ്കിലും ഈ പല്ലിയെ കാണുമ്പോൾ തോന്നുന്നു, നിന്റെ ജീവിതം എത്ര ഭേദമാണ്, എന്റെ കാര്യമാണ് കഷ്ടം. ഞാൻ ഈ മുഹൂർത്തം നോക്കി, കാലം നോക്കി, വലത്തുകാലം വെച്ച് പാലും കാച്ചി കയറി ദുഃഖിക്കുമ്പോ ഇവര് ദുഃഖമില്ലാതെ എന്നെ പല്ലടിച്ച് കാണിച്ച് പോവാണ്. സത്യത്തിൽ സാധ്യത മാത്രമാണ്. ഇൻഡക്റ്റീവ് റീസൺ, ഡിഡക്റ്റീവ് റീസൺ. ജ്യോതിഷത്തിന്റെ മുഴുവൻ പ്രകൃതിയും ഇൻഡക്റ്റീവാണ്, സാധ്യതയാണ്. അവരും അത്രേ പറയുന്നുള്ളൂ. വെറും ഒരു സാധ്യത തന്നിട്ട് നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടാക്കി സാധ്യതയെ നടപ്പാക്കുക. കോയിൻ ടോസ് ചെയ്യുന്നതിന് മുമ്പ് കാശ് വാങ്ങിച്ചിട്ടുള്ള ക്യാപ്റ്റൻ അറിയാം ഏതാ വീരേണ്ടത്. കാരണം അയാളുടെ മനസ്സാ കോയിനായിട്ട്. അയാളുടെ വന്നിരിക്കുന്നവന്റെ മനസ്സ്, ഒപ്പം പറയുന്നവന്റെ മനസ്സ്. BP ഉണ്ടോ എന്ന് സംശയിച്ച് ഡോക്ടറുടെ അടുക്കലേക്ക് എത്തുമ്പോൾ നിങ്ങളെ കണ്ട മാത്രയിൽ തന്നെ നിങ്ങളുടെ ലക്ഷണത്തിൽ BP ഉണ്ടെന്ന് ഡോക്ടറും കൂടെ തീരുമാനിച്ചിട്ട് ഉപകരണം എടുത്താൽ ഇനി ഉപകരണമല്ല BP, നിങ്ങളുടെയും അയാളുടെയും മനസ്സ് ആ ഉപകരണത്തെ ചലിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുണ്ടായ BP ഉണ്ടാവും, പോകാതിരുന്നാൽ അതിനേക്കാൾ കുഴപ്പമാണ്. പോയാൽ അത് ഇല്ലാതാക്കാൻ കഴിയുന്നവന്റെ അടുക്കലാണ് എന്നതെങ്കിൽ അവൻ തോളത്ത് തട്ടിയിട്ട് പറയും കുഴപ്പമൊന്നും കാണുന്നില്ല, എന്നാലും നിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി കാണിച്ചേക്കാം, നോക്കിയേക്കാം. കഴിയും, അത് സംശയം. ആ കഴിവുള്ളവൻ പോകാതിരിക്കുന്നത് തന്നെ നല്ലത്. ഈ ചോദ്യം ചോദിക്കുന്നത് ആകെ ഭയന്നിട്ട് പോകാതിരിക്കല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോ ആ ഭയം തന്നെ മരണത്തിന് കാരണമാണ്. പിന്നെ പോയാലെന്താ, പോയില്ല. അടുത്തത് ആ മരുന്ന് തന്നിട്ട് നിങ്ങളുടെ മനസ്സ് സാന്ത്വനപ്പെട്ട് കഴിയുമ്പോൾ, ഡോക്ടറുടെ മനസ്സും താൻ തന്ന മരുന്നാണെന്ന ബോധത്തിൽ സാന്ത്വനപ്പെട്ട് കഴിയുമ്പോൾ ഇതാണ്. ഡോക്ടർ സംശയത്തോടെ മരുന്നെടുത്ത് വരികയും സംശയത്തോടെ നിങ്ങൾ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞ് പിന്നെ ചെല്ലുമ്പോൾ അതേ ഗുളിക 100 പേരുടെ BP താത്തതായാലും 101ാമത്തെ ആളായ നിങ്ങളുടെ BP ചെക്ക് ചെയ്യുമ്പോൾ 180, 200 വന്നു. അപ്പോൾ ഉപകരണത്തെ ചലിപ്പിക്കുന്നത് നിങ്ങളുമായാലും കൂടെയാണ്. ഈ പ്രപഞ്ചത്തിലെ ദ്രവ്യത്തെ മുഴുവൻ ചലിപ്പിക്കുന്നത് നിങ്ങളുമായാലും കൂടെയാണ്. നിങ്ങൾ ഓടിക്കുന്ന സ്കൂട്ടർ നിങ്ങൾ ഓടിക്കുന്ന ദിശയിലായിരിക്കില്ല മറ്റൊരുത്തൻ കയറി ഓടിച്ചാൽ ഓടുന്നത്. നിങ്ങളതിൽ ആരോപിച്ചിരിക്കുന്ന ജീവനും
അയാൾ ആരോപിക്കുന്ന ജീവനം രണ്ടായതുകൊണ്ട് ആ സ്കൂട്ടർ തന്നെ നിങ്ങളോട് വ്യത്യസ്തമായി പ്രതികരിക്കും. എല്ലാ ഉപകരണവും അച്ഛൻ ഉപയോഗിച്ച കത്തി കൊണ്ട് ബാർബറുടെ മകൻ അതേ കത്തിയെടുത്ത് വേറൊരുത്തന്റെ തല ചരണ്ടുമ്പോൾ ആ കത്തി ഇവന്റെ മനസ്സ് കാരണമായി മുറിയാൻ കാരണമായി. കത്തിയിലേക്ക് മനസ്സ് പരിണമിക്കും. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുവും മനസ്സിനാൽ പരിണമിപ്പിക്കുന്നതാണ്. മനസ്സിന്റെ പരിണാമ ഭേദങ്ങളാണ് ദ്രവ്യങ്ങൾ മുഴുവൻ. അതുകൊണ്ട് മനസ്സൊന്നും അല്ലാതെ ദ്രവ്യമൊന്നും വേറെയില്ല. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്ന മനസ്സിനെ മാത്രമേ അതിനെ വേണ്ടു. എല്ലാം മനസ്സ് തന്നെ. സംശയമുണ്ടോ? അകത്ത് നിന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കും വേറൊരാളുടെ മനസ്സൊന്നും ചലിച്ചില്ലേ? ചർച്ച പൊട്ടിയില്ലേ? പൊടിഞ്ഞില്ലേ? ഇവർ രണ്ടുപേരുടെ ചർച്ചയൊക്കെ ചെയ്ത് രണ്ടുപേരുടെ കൂട്ടുകെട്ടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എന്താവുക തന്നെ? നമ്മൾ കുറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ആളെ പൊളിക്കില്ലെന്ന് ചോദിച്ചാൽ പുറത്തിരുന്നുണ്ട് അവര് മനസ്സൊന്ന് ചലിപ്പിച്ചേയുള്ളൂ. പൊട്ടിയില്ലേ? അങ്ങനല്ലേ വായിച്ചു? അല്ലേ? അങ്ങനല്ലേ പത്രത്തിലൊക്കെ വായിച്ചു? പറയാവുന്ന കാരണമല്ല, ഈ ചർച്ചകളിൽ പോലും മനസ്സാകും. വാക്കല്ല. മാനസികമായി ഒഴിപ്പുള്ള ചർച്ച വേണോ? ഭാഷയും ഭാര്യയായിട്ട് ചർച്ച വേണ്ടി വരുന്നപ്പോഴാണ്. ചർച്ച ചെയ്താൽ കുളമാവും. യോജിപ്പുള്ള ബന്ധു ചർച്ച വെറുതെ നമ്മുടെ അവരും പൈസ ഇറക്കാനുള്ള ചർച്ച. യോജിക്കാൻ തീരുമാനിച്ചു ചുമ്മാ യോജിച്ചത് രണ്ടീ തമ്മിലും സുഹൃത്തെ നമുക്കൊന്നിച്ചിരുന്ന് ചായയും കുടിക്കാം, പരിപാടിയും തീർക്കാം. വാന്ന് വിളിച്ചാൽ ജനത്തിനൊക്കെ ഇഷ്ടമാണ്, അവർക്കും ഇഷ്ടമാണ്. യോജിക്കാനാണ്. ചർച്ച എന്തിനുള്ളതാണ്? യോജിക്കാതിരിക്കുന്നതിന്റെ കാരണം ഞാനല്ലെന്ന് ധരിപ്പിക്കാൻ. അങ്ങനെയാണോ പറയുന്നത്? ശ്രദ്ധിച്ചു നോക്കിയാലേ എന്തിനാ നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകളെ? മധ്യസ്ഥനും കൂടി ഇരിക്കുന്നതിനാ. ഞാനല്ല കേട്ടോ ഇതിന്റെ യോജിപ്പിന്റെ കുഴപ്പം, ഇവനാണ്. ഇവനല്ല കേട്ടോ ഞാനാണ് എന്ന് പറയാനല്ല. ഞാനല്ല, ഇവൻ തന്നെയാണ്. ഇതിനുള്ളതാണ് ചർച്ച. എവിടെ ചർച്ചയ്ക്ക് വിളിച്ചാലും മധ്യസ്ഥനാ കുഴങ്ങുന്നത്. അങ്ങനെ ഒരു അതുകൊണ്ട് ചർച്ചയ്ക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ എല്ലായിടത്തും ഇതിന്റെ മനസ്സ് മാത്രം. അപ്പൊ മനസ്സല്ലാതെ വേറൊന്നില്ല. അപ്പൊ ഇവിടെ അല്ലയോ നചികേതസേ, നീ എല്ലാ പ്രിയങ്ങളും എല്ലാ പ്രിയരൂപങ്ങളും പ്രിയരൂപ അവ എല്ലാ പ്രിയങ്ങളും എല്ലാ പ്രിയരൂപങ്ങളും പ്രിയാൻ പ്രിയരൂപാൻ കാമാൻ ആയ കാമങ്ങളും, അത് ഇഷ്ടം തോന്നാവുന്ന കാമങ്ങളെല്ലാം അവിധ്യായ വിവേചനം ചെയ്യും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാമം വലിച്ചെറിയാൻ പറ്റുന്നതല്ല, കാമം വിവേചനം ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വസ്തു ഒരാൾ തരാം എന്ന് പറഞ്ഞാൽ എന്നതിന് മുമ്പ് എന്തിന് ചോദിച്ചു എനിക്ക് എന്ത് കാര്യമുണ്ടെന്ന്. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു സ്വത്തൊക്കെ നിന്റെ പേരിൽ എഴുതി വെക്കുകയാണ്. കൊള്ളാം, നല്ലതാണ്. പക്ഷെ അച്ഛൻ ഇതുകൊണ്ടൊക്കെ ശാന്തനായിരുന്നു. എന്റെ മക്കളെ ജീവിതകാലം മുഴുവൻ എന്നെ വട്ടം ചുറ്റി ചെയ്താ എന്റെ അച്ഛൻ അച്ഛനോട്. കാരണം അച്ഛൻ മരിക്കുന്നതോടെ അതങ്ങ് തീർന്നാൽ എനിക്ക് സ്വസ്ഥത കിട്ടും. വിവരമില്ലാത്തവൻ അച്ഛനെ ഇത്രയും കാലം അസ്വസ്ഥമാക്കിയതാണ് ഇങ്ങോട്ട് വന്നേക്കാൻ. ഈ അസ്വസ്ഥതയുടെ പരമ്പര വേറെ. കൊടുക്കും, പല സാധനവും കൊടുക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നതാ, ഈ സാധനം നിങ്ങൾക്ക് ശാന്തിയായിരുന്നോ? എനിക്ക് അശാന്തി കൊണ്ടല്ലേ ഞാനിത് നിങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പൊ ഇത് മുഴുവൻ എനിക്ക് ഇരുന്നോട്ടോ. ശരിയല്ലേ? ആലോചിച്ച് നോക്കുന്നല്ലേ? വസ്തു
ശാന്തിയെ തരുന്നുണ്ടോ? അങ്ങ് പറഞ്ഞ ഈ രാജ്യം, അങ്ങ് പറഞ്ഞ ഈ സ്വസുന്ദരിമാർ, അങ്ങ് പറഞ്ഞ കുതിരകൾ, ആനകൾ, ഇതൊന്നും എനിക്ക് ശാന്തി. എനിക്ക് സംശയത്തിന്റെ നിവാരണം മാത്രം മതി. അപ്പൊ ആ തലത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് നചികേതസിനോട് യമധർമ്മൻ പറയുകയാണ്, നീ അഭിധ്യായനായി, ധ്യായെന്നല്ല പറയുന്നേ, അഭിയെന്ന് ഉപസർഗം ചേർത്താ പറയുന്നത്, നല്ലപോലെ ചേർത്തു വെച്ച് ധ്യാനിച്ചവനായി. നീ നിന്റെ ബോധത്തോട് ഈ ദ്രവ്യ സഞ്ചയങ്ങളെ, ഈ പ്രിയങ്ങളും പ്രിയരൂപങ്ങളുമായ കാമങ്ങളെ മുഴുവൻ പഠിച്ചു, അപഗ്രഥനം ചെയ്ത് അത്യസാക്ഷി, നല്ലപോലെ വിവേചിച്ചറിഞ്ഞിട്ട് ഉപേക്ഷിച്ചു. അല്ല, വെറുപ്പ് കൊണ്ട് വലിച്ചെറിഞ്ഞല്ല. അങ്ങനെ വലിച്ചെറിഞ്ഞ ഒരു കുഴപ്പമാണ്. പിന്നെ ഇതിന് ചോദിക്കാൻ പുറകെയല്ലുണ്ട്. മോനെ കഞ്ഞി കുടിക്കാം, വേണ്ടെന്ന് പറഞ്ഞു. മോനെ കുറച്ച് കഞ്ഞി കുടി, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അന്നാ നീ കഴിക്കേണ്ടത്. കുറെ കഴിച്ച് വീട്ടിൽ മേടിക്കാൻ വേണ്ടി പുറകെയാണ്. നല്ലപോലെ വിവേചിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു ഇതിന് വേണ്ടി കഴിച്ച. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ വിവേചനം ചെയ്തിട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അപ്പൊ അത്യസാക്ഷിയാകുന്നതിന് മുമ്പ് നല്ലപോലെ വിവേചിക്കണം. നല്ലപോലെ വിവേചനം ചെയ്ത് നീ ഉപേക്ഷിച്ചു. യസ്യാം യാതൊന്നിൽ ബഹവ മനുഷ്യാഃ, യാതൊന്നിൽ ധാരാളം മനുഷ്യർ, യാതൊന്നിൽ വളരെ മനുഷ്യർ. ഈ ലോകം എടുത്താൽ ഭൂരിപക്ഷം ആളുകളും മജ്ജന്തി, മഗ്നരാകുന്നു. യാതൊന്നിലാണോ മനുഷ്യരൊക്കെ മഗ്നരാകുന്നത്, ആ വസ്തുക്കളാണ് നീ ഉപേക്ഷിച്ചത്. ആളുകളെ വിളിച്ചിട്ട് കുറെ ധനം തരാമെന്ന് പറഞ്ഞാൽ വിടുവോ? രാജ്യം തരാമെന്ന് പറഞ്ഞാൽ വിടുവോ? എന്നിത് വെട്ടിപ്പിടിക്കാനായി ലോകത്ത് ആദ്യം പോലെ ആളുകൾ കിടന്ന് ശ്രമിക്കുന്നു. അപ്പൊ ഇത് കൊണ്ട തന്നിട്ടും പറയാം ഇത് വേണ്ട, ഇത് പിടിച്ചു, നിനക്ക് ഇരിക്കട്ടെ. നാലണയുടെ പ്രയോജനം ഇനി ഉണ്ടായില്ലാത്ത കടക്കണിയിൽപ്പെട്ട രാജ്യത്തിന്റെ രാജാക്കന്മാരാകാനാണ് കിടന്നെല്ലാം കൂടി പോരാടി. ഉടുതുണിക്കും മറുതുണിയില്ലാത്ത രാജ്യത്തിലെ പാർട്ടികളാണ് എല്ലാം പത്തും. അപ്പൊ വഴക്കുണ്ടാക്കുമ്പോ ഇറങ്ങിപ്പോയൊന്നും തൽക്കാലം ഒരു ദീർഘവിശ്വാസം, 5 കൊല്ലത്തേക്കിന് വെളിയിലിരുന്ന് എതിർത്താൽ മതിയല്ലോ. സമാനമാണ്. അതിന്റെ ഊർജ്ജസ്വലത അച്ചുവേട്ടന്റെ മുഖത്ത് ഇപ്പൊ കാണുകയാണ്. കാരണം ഒരു പ്രത്യേക ശൈലിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ വർത്തമാനം പറയും. മറിച്ച് അകത്തെങ്ങാനും ആയിരുന്നെങ്കിൽ ആ മുഖം ഒരുമാതിരി ചാരി കീറിയ പോലെ ആയിപ്പോയനെ. ആന്റണി ഇപ്പൊ ഒരുമാതിരി പുളിങ്ങാ കഴിച്ചിരിക്കുന്ന പോലെ അല്ലേ? ഒരു ഗതികളാണില്ല. അപ്പൊ ഞാൻ ഭരിച്ചാലും വരുമോന്ന് നോക്കട്ടെ എന്ന് വെച്ച് ഓടുമ്പോഴാണ് ഒരു നചികേതസ് ഈ ലോകം മുഴുവൻ ഭരിക്കാൻ ഏൽപ്പിച്ചോ പറയുന്നത് വേണ്ട. വായിച്ചു കൊടുത്താൽ മനസ്സിലാകുമായിരുന്നെങ്കിൽ രാജ്യസഭയിലോ രാജ്ഭവനിലോ പോയിട്ടൊന്ന് വായിച്ചു കൊടുക്കുന്നതിന് നന്നായി. പഴയൊരു ചെറുപ്പക്കാരൻ ഇതെല്ലാം കൂടെ കിട്ടിയിട്ട് വേണ്ട, ഈ പരിപാടിയെ വേണ്ട. അപ്പൊ അത് കണ്ടിട്ട് യമന് തന്നെ തോന്നുകയാണ് ആള് കൊള്ളാം. നീ നല്ലപോലെ വിവേചനം ചെയ്ത് ഉപേക്ഷിച്ചു നചികേതസേ. ബഹവഃ മനുഷ്യാഃ, വളരെ മനുഷ്യർ. ഏതൊന്നിലാണോ മുഴുകുന്നത്, നിമഗ്നരാകുന്നത്, ഈ വിത്തമയ്യായ ധനരൂപമായ ശൃംഗ മാല, അതിനെ നീ സ്വീകരിച്ചില്ലല്ലോ. ശൃംഗാം വിത്തമയി. കാരണം പൊന്ന്, മണ്ണ്, പെണ്ണ്, ആണ് ഒക്കെ ചേർന്നൊരു മാലയാണ് ഈ പ്രപഞ്ചം. അത് സ്വീകരിക്കാനുള്ള ഓട്ടമാണ് മനുഷ്യന്റെ. ഈ ശൃംഖയെ ഒന്ന് കിട്ടിയാൽ എല്ലാമായി നേരിച്ച ഓടുന്നത്. കാരണം ഇവിടെ എവിടെ നോക്കിയാലും ധനം തന്നെയാണ്, ഏതെടുത്താലും ധനമാണ്.
ഏതിനും വില ഉണ്ടാക്കാം. ഒരു ചെറിയ പരസ്യവും ഒരു 10 പേര് മേടിക്കുന്നു എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലും ഉണ്ടായാൽ ഏത് സാധനം നാട്ടിൽ മനുഷ്യൻ വലിച്ചെറിയുന്ന ഏത് സാധനം ആയിക്കോട്ടെ, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കടയുണ്ടാക്കി അതിനകത്ത് വീടുകളിൽ നിന്ന് വേസ്റ്റായിട്ട് കുപ്പത്തൊട്ടിയിലേക്ക് ഇടുന്ന സാധനം പൊരിച്ച് സ്പെഷ്യലായി കൊടുക്കുന്നു. സ്പെഷ്യൽ പൊരിച്ച കുപ്പത്തൊട്ടിയിലെ സാധനം 4 മാന്യന്മാർ കഴിക്കുന്ന ഒരു പടവും കൂടെ ഇട്ടാൽ 10 കൊല്ലം മുമ്പ് ആളുകൾ കഴിക്കാൻ അറച്ചിരുന്ന സാധനമാണ് ഇപ്പോ പൊറോട്ട പോട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ചിലവർ മാരുതിയിലും അംബാസിഡറിലും ഒക്കെ പോയിരുന്ന് മേടിച്ച് സ്വാദോടെ അടിച്ചു വരുന്നതിനോട് ചോദിച്ചു എന്തിൻ്റെ ഇതുപോലുണ്ട്. അത് മിക്കവാറും പന്നിയുടെ ആണെങ്കിൽ മലത്തിൻ്റെ പോലെയുണ്ട്, പശുവിൻ്റെ ആണെങ്കിൽ ചാണകത്തിൻ്റെ പോലെ. അല്ലേ തീർച്ചയായും ഞാൻ മാത്രമേ പണ്ട് മനുഷ്യൻ കഴിച്ചിട്ടില്ല, ഇപ്പൊ അത് കഴിക്കണം. എന്തൊരു തള്ളലാണ്. അപ്പൊ അത് ധനമാണെന്ന് കണ്ടു. വേസ്റ്റായിട്ട് വലിച്ചെറിഞ്ഞിരുന്നതാണ്. വെട്ടുകാർ വേസ്റ്റായിട്ട് വലിച്ചിരുന്ന സാധനം ഏതോരുത്തം കണ്ടു, ഇതും ധനമാണ്. അരക്കൈ നോക്കിയാൽ കാര്യം ഒരുത്തനുണ്ടാക്കി ഒരു ചട്ടിക്കുറി വിട്ടാൽ പിന്നെ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും പെട്ടിക്കടലുണ്ടായി. ഇപ്പൊ അത് കുടലിന് മുഴുവൻ വിലയായി. അപ്പൊ കാശാകുന്നതിന് വല്ല പറഞ്ഞുണ്ടോ? അപ്പൊ ഇവിടെ വിത്തമയ്യാണിതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മുഴുവൻ ധനമാണ്. ധനമല്ലാത്ത യാതൊന്നുമില്ല. ഏതും ധനമാണ്. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന വേറൊരു സാധനം ഉണ്ടല്ലോ, ബേക്കറിയിലൊക്കെ കിട്ടുന്നത്, നിങ്ങൾ സ്വാദോടെ കൊണ്ടുപോയി അടിക്കുന്നത്. അങ്ങനെയാണോ വെച്ചത്? അത് ഇതിൽ തന്നെയാണ്. ഈ കുടൽ തന്നെ ശരിപ്പെടുത്തുന്ന ബേക്കറി സാധനങ്ങളുണ്ട്. വീടുകളിലൊക്കെ ശരിയാക്കുന്ന ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ പേരുകളില്ല അത് അറിയപ്പെടും. നമ്മുടെ നാടിന് അങ്ങനെ നമ്മുടെ നാടിന് അങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ട്. ഈ പഴയ കാർമ്മന്മാർ ചിലപ്പോൾ ലങ്കാദഹനവും അഹംബ്രഹ്മാസ്മിയും ഒക്കെ കാണാൻ കൊട്ടാരം പോകും സിനിമ. അവിടെ ചെല്ലുമ്പോൾ ഈ പേരുമായിട്ട് ബന്ധമുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ പേരില്ല. സുഭാഷിണി എന്നിട്ടിരിക്കുന്നവള് വർത്തമാനമേ പറയില്ലാത്തവളാണ്. തല കഷണ്ടിയായവളെയാണ് നാട്ടുകാർ സുഖേശി. അപ്പൊ മുടിയുള്ളവളെ എന്ത് വിളിക്കേണ്ടി വരുന്ന സംശയമില്ല. അപ്പൊ ഇങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് പലഹാരമുണ്ട്. അപ്പൊ ഈ പേരൊന്ന് നല്ലപോലെ ഇട്ട് കൊടുത്താൽ ജനാഴ്ച അപ്പൊ ധനമാണ് ഈ പ്രപഞ്ചം. ഏതിനകത്ത് മുങ്ങിയാലും ധനം ഉണ്ടാകാം. ശാരീരമായി അതറിയാത്തവനായി ദാരിദ്ര്യവാസിയായിട്ടിരിക്കുന്നത്. 5 പൈസയും വെച്ച് കണക്ക് കൂട്ടിക്കൊണ്ട് മറ്റവനെ അടിച്ച് കയറി പോവാണ്. നാട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന കൂണ് സാധാരണ പറിച്ച് കറി വെക്കുന്നത് അതിന് ശകലെടുത്ത് അരച്ച് ഒരു ക്യാപ്സ്യൂൾ കവറിനകത്തിട്ട് കൂണ് എല്ലാ രോഗങ്ങൾക്കും ബെസ്റ്റാണെന്ന് പറഞ്ഞ് കയറ്റി അയച്ച് അത് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്നവന് 50%, അത് കൊടുക്കാൻ ഏൽപ്പിച്ചവന് 25%, ഇങ്ങനെ കുറെ ശതമാനങ്ങളും വെച്ച് അവസാനം നീ കൊടുക്കാതിരുന്നാലും മറ്റവൻ കൊടുക്കുമ്പോൾ നിനക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് തന്നെ. എന്റെ വീട്ടുമുറ്റത്ത് കൂണുണ്ട്, പറിച്ച് നിന്ന് പരീക്ഷ നോക്കൂല. കാരണം ഈ ക്യാപ്സ്യൂൾ കൂണ് ധനമല്ലാത്ത എന്താ ഉള്ളത്? ധനമാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ. നാളെ മുതൽ അമ്മമാരോട് പറയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വാങ്ങിക്കുന്ന ഉപ്പ് അപകടകരമാണ്. ഒരു ക്യാപ്സ്യൂളിൽ നിറയുന്ന ഉപ്പിന് 110 രൂപ വിലയുണ്ടാവും. അത് വാങ്ങിച്ചാൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഉപ്പൊക്കെ മാറ്റി വെച്ചിട്ട് ക്യാപ്സ്യൂൾ ഉപ്പ് വാങ്ങിച്ച് മാർക്കറ്റിംഗ് അറിയാവുന്നവൻ ക്യാപ്സ്യൂൾ ഉപ്പ് ഉണ്ടാകണം. മനസ്സിലായില്ലേ? കിണറ്റിലെ വെള്ളം
വില കൊടുക്കാതെ ധാരാളമായി കുടിച്ചിരുന്ന മനുഷ്യൻ ട്രെയിനിലുള്ള ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം കുപ്പിക്കകത്താക്കി അടച്ച് അതിനെ നടന്ന് കൊടുത്താൽ 20 രൂപയ്ക്കാണ്. ശരിയല്ലേ? 20 രൂപയ്ക്കാണ്. ഏറ്റവും രസകരമായ കാര്യം, മഴക്കാലത്ത് ദാഹമില്ലാത്തപ്പോൾ ഈ കുപ്പിയിലെ വെള്ളം വാങ്ങിക്കുമ്പോൾ കണക്ക് പറയാതെ 20 രൂപ എണ്ണി കൊടുക്കുന്നവൻ തൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷക്കാരൻ 2 രൂപ കൂടുതൽ ചോദിച്ചാൽ അടി. ശരിയല്ല? ഓട്ടോറിക്ഷയ്ക്ക് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കും. എന്നാൽ 2 രൂപ കൊടുത്തിട്ട് പോകാതിരിക്കില്ല. പച്ചവെള്ളത്തിന് കാശ് കൊടുത്ത് മേടിച്ചവനാണ്. അയൽവക്കത്തെ സ്ത്രീ വെളുപ്പാങ്കാലത്തേക്ക് കുളിച്ച് പശുവിനെയും കുളിപ്പിച്ച് പാല് കറന്ന് ഇവന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് 1 ലിറ്റർ പാല് കൊടുത്ത് അതിന് 12 രൂപ എന്ന് പറഞ്ഞാൽ അതിന് വഴക്കുണ്ടാക്കുന്ന അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടെത്തന്ന 12 രൂപ, എന്തൊരു വില പാലിനെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്ന ആള് ട്രെയിനിൽ കയറിയാൽ 20 രൂപ കൊടുത്ത് പച്ചവെള്ളമാണ്. ഇവൻ മാന്യനാകുന്ന സംസ്കൃതിയാണ്. ശരിയല്ല? ശരിയല്ല? അപ്പൊ ധനമല്ല എന്താ? പച്ചവെള്ളവും ധനമാണ്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുവും ധനമാണ്. ഇതിനെ മുഴുവൻ തള്ളിക്കിടക്കണം. ഇത് മുഴുവൻ ഇങ്ങോട്ട് വന്നു കയറിയതാണ്. കാരണം ഇത്രയൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ, എന്റേതാവില്ലല്ലോ. അതിനെ ഒന്നും സ്വീകരിക്കാത്ത നചികേതസ് യമധർമ്മൻ അത്ഭുത സ്തബ്ധനായി നിൽക്കുകയാണ്. അല്ലയോ നചികേതസെ, നീ ഇതൊന്നും സ്വീകരിച്ചില്ല. ലോകർക്ക് ഏറ്റവും പ്രിയങ്കരങ്ങളായ ഈ മാലയെ, ഈ മാർഗത്തെ, ഈ വഴിയെ അവാപ്തഃ, നീ സ്വീകരിച്ചില്ല. അതുകൊണ്ട് നീ ശ്രേഷ്ഠനാണ്. ആ തലത്തിലേക്ക് വരിക. വീണ്ടും പറയുക, ദൂരമേതേ വിപരീതേ വിശൂചി അവിദ്യായാച വിദ്യേതി ജ്ഞാത വിദ്യാഭീപ്സിനം നചികേതസം മന്യേ നത്വാ കാമാ ബഹവോ ലോലുവന്താം. യാതൊന്ന് അവിദ്യ, അവിദ്യയെന്നും വിദ്യ ഇതിച്ച, വിദ്യയെന്നും ജ്ഞാത അറിയപ്പെട്ടിരിക്കുന്നുവോ. ഏതേ ഇവ ദൂരം, ഏറ്റവും വിപരീത, വിപരീത സ്വഭാവങ്ങളോട് കൂടിയവയും വിശൂചി, വിപരീത ഫലങ്ങളോട് കൂടിയവയും ആകും. വിദ്യയും അവിദ്യയും ഒരേ സ്വഭാവമുള്ളതല്ല. വിദ്യയും അവിദ്യയും ഒരേ ഫലമുള്ളതല്ല. വിദ്യയുടെ ഫലം വേറെ, അവിദ്യയുടെ ഫലം വേറെ. വിദ്യയുടെ സ്വഭാവം വേറെ, അവിദ്യയുടെ സ്വഭാവം വേറെ. അവിദ്യാ കാമരൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെയാണ് നീ നിരസിച്ചത്. അതിന്റെ ഫലം വേറെയാണ്. അത് സ്വീകരിച്ചാലുള്ള ഫലം വേറെയാണ്. ഈശാവാസ്യത്തിന്റെ അലയൊലിയുണ്ട് നല്ലപോലെ. അത് ഞാൻ പറഞ്ഞിരുന്നു ശ്ലോകം പറഞ്ഞപ്പോ. എന്താണെന്ന് പറഞ്ഞില്ല. ഈശാവാസ്യത്തില് ഈ ചോദ്യം ആദ്യം, കസ്യസി ധനം. ഈ പ്രപഞ്ചത്തിൽ ഒരാൾ നോക്കിയപ്പോ ധനത്തിലുള്ള ഫലചിന്തനം കൂടാത്ത കാംക്ഷ, ആഗ്രഹമാണ് ഇത് സമ്പാദിക്കാൻ ഓടുന്നത്. പ്രയോജനമില്ല. സമ്പാദിക്കുന്നവന് പ്രയോജനപ്പെടാറില്ല, പ്രയോജനപ്പെടുത്തുന്നവൻ സമ്പാദിക്കാറില്ല. ഈ സാധനത്തിന്റെ പേരാ ധനം. വൈകിയാണ് മനസ്സിലാക്കുക. സമ്പാദിക്കുന്നവന് പ്രയോജനപ്പെടാറില്ല, പ്രയോജനപ്പെടുന്നവൻ സമ്പാദിക്കാറില്ല. ഒരുത്തനെ ഉള്ളിൽ പെരുക്കിയൊക്കെ സമ്പാദിച്ചു നോക്കുമ്പോൾ അടുത്തുള്ള ചെന്നിട്ട് പറയും, സാറേ വളരെ അത്യാവശ്യം, ഇല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചു. ഇല്ലെങ്കിൽ അവന് സമ്പാദിക്കൽ രസകരമാണെന്ന് അറിയുന്നത് കൊണ്ട് അവന് വലിയൊരു പലിശയുടെ വാഗ്ദാനം നൽകും. അതിലവസാനം സാറേ 100 രൂപയ്ക്ക് 10 രൂപ വെച്ച് തന്നേക്കാം, കൃത്യമായിട്ട് തരുമല്ലോ. ആദ്യം ഒരു കാര്യം ചെയ്യും, പലിശ അഡ്വാൻസ് ആയിട്ട് പിടി.
എഴുതാൻ പഠിച്ചത് കൊടുക്കുന്നത് ഒരു വല്ല മുടക്കൊണ്ട് വായട പൈസ എന്നാ പഠിച്ചിട്ട് കൊടുക്കുന്നത്. ഈ പണി അറിയില്ല, ഈ പണി ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്തുകൊണ്ടല്ലേ ഞങ്ങളിങ്ങനെയായി. ഒരു പിടിയില്ലാത്തവരല്ലേ? ഇത് വളരെ രസമുള്ള പണിയാണ്. ഒരുത്തൻ്റെ അടുക്ക ചെല്ലുക, അവൻ ഒന്നിലും വീഴുന്നില്ല, ഒരു പ്രലോഭനത്തിനും വീഴുന്നില്ല. അപ്പോഴാണ് അവസാനത്തെ കൈയായിട്ടുള്ള പ്രയോഗം 100 രൂപയ്ക്ക് 10 രൂപ പലിശ മുൻകൂർ എന്നേക്കാം. ഒരു കാര്യം ചെയ്യും, സാറെ പലിശ കുറച്ചിങ്ങാണ്. അങ്ങനെയല്ലേ നമ്മുടെ ബാങ്ക് മുഴുവൻ ഇപ്പോൾ വിഷമത്തിലായിരിക്കും. പ്രൈമറി സെക്ടർ മുഴുവൻ തകർന്നിരിക്കുന്നു. അവസാനം എടുക്കാൻ പാടില്ലാത്തതിൽ വരെ എടുക്കുന്ന പണി പ്രലോഭനം കൊണ്ടാണ്. ഇതിലെടുത്തവൻ തിരിച്ചു കൊടുക്കോ? എവിടുന്ന് കൊടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങിക്കൂ. ബോധമുള്ള ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങിക്കും. അവസാനം ഇതിൽ നിൽപ്പുണ്ട് ചെടിക്ക്. എന്നാ പിന്നെ എന്നെ തന്നെ എടുത്തോണ്ട് പോകും. അപ്പോഴാണ് ഇയാള് അതാണ് പറഞ്ഞത്. കാരണം അവൻ സമ്പാദിച്ചിട്ടില്ലേ ചെലവ് ചെയ്തത്. സമ്പാദിച്ചവന്റെ കയ്യിൽ നിന്ന് വളരെ ഈസി ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാം. സമ്പാദിച്ചവനോ ചെലവാകും.